ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് റുവ ബേബീനായിട്ടാണ് ഇൻട്രോ പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ റുവ ബേബീനായിട്ട് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ട്രിപ്പ് പോകാൻ പോവാണ്, അതും വയനാട്ടിലേക്ക് കണ്ട. അപ്പോൾ നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോൾ പുലർച്ചെ 5 മണിക്ക് എണീച്ച് ഇപ്പോൾ ഏകദേശം 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട് ട്രിപ്പ് പോവാണത്. കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബാക്കി ഫാമിലീസും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങാന്ന് പറഞ്ഞിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു മോഡേൺ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ലൈറ്റായിട്ട് ചായ എന്തെങ്കിലും കഴിക്കാം, പിന്നെ നമുക്ക് പോണ വഴിക്ക് ശരിക്കും പോലെ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ എല്ലാവരും ഓരോ ഗ്ലാസ് ചായയും പിന്നെ നല്ല ചൂട് പൊറോട്ടയും കഴിച്ചിട്ട് ഇവിടുന്ന്. അപ്പോൾ ഇവിടുത്തെ പൊറോട്ട ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിക്കാണ്. ആ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ കുറേ ദൂരമൊക്കെ പോയപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഓരോ ഹോട്ടൽസൊക്കെ നോക്കണുണ്ടായിരുന്നു കേട്ടോ. ഒന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ദേ റുവ ബേബി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്, രാവിലെ തന്നെ ആയതുകൊണ്ട് ആള് ഫുൾ ഉറക്കത്തിലാട്ടാ. അങ്ങനെ നമ്മൾ ഈ ഒരു ഹോട്ടൽ കണ്ടു, ഹോട്ടൽ സ്പ്രിംഗ് വേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി നോക്കി, കാറൊക്കെ പാർക്ക് ചെയ്തിട്ട്. പക്ഷേ അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു അവിടെ ഫുഡൊന്നും റെഡി ആയിട്ടില്ല, അവർ ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോഴാണ് ഈ ഒരു ഫേമസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. അപ്പോൾ പിന്നെ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വയനാട് ചുരമൊക്കെ കയറുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ഇവിടെ കയറി. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് പേര് ചപ്പാത്തിയും അതേപോലെ കുറച്ച് പേര് പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കടലക്കറി പിന്നെ പൊട്ടാറ്റോ കറിയാണ് നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ ചുരം കയറൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പം അവിടെ കുറേ പേര് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കണ കണ്ടു. അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ ഉള്ള ഒരു പോയിന്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും അവിടെ കാറൊക്കെ നിർത്തിയിട്ട് അപ്പോൾ നമ്മളവിടെ കുറേ മങ്കീസൊക്കെ ഇരിക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിനൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് പോയത് കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴേക്കും റൂമോള് എണീച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ മങ്കീനൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കാനാണ് പോണത്. അപ്പോൾ ഇത് ജൂലൈ 30 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പേര് സാധാ ചോറ് മതി എന്നിട്ട് നോർമൽ മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരപ്പോൾ അവിടെ വേറെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിരിയാണി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നമുക്കൊക്കെ പറ്റിയൊരു ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു റൈസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ വേവും പിന്നെ അതിൻ്റെ ആ ഒരു മസാല ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ മുമ്പ് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഇന്ന് ട്രിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റാണ് പ്ലാൻ ചെയ്തത് നമുക്ക് എവിടെ പോകണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വയനാട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ടും കാര്യങ്ങളും ഒന്നും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വയനാട് 900 കണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ് നോക്കണുണ്ടായിരുന്നത് കേട്ടോ റിസോർട്ട്. കാരണം നമ്മൾ വയനാട് തന്നെ പോവാന്ന് പ്ലാൻ ചെയ്യാൻ ഒരു മെയിൻ റീസൺ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം എന്നൊക്കെ ഒരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിനോടൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു റിസോർട്ട് തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സ്ഥലത്തേക്കൊക്കെ വിളിച്ചു നോക്കി. ഫൈനലി നമ്മൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു കേട്ടോ. ഓൺലൈനായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ 900 കണ്ടിയിൽ തന്നെയുള്ള ഒരു റിസോർട്ട് കിട്ടി നമുക്ക്. മൗണ്ട് വെയിൻ എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടേക്ക് കാറൊന്നും വരില്ല, അതിന് മുന്നേ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഓഫ് റോഡാണ്, അപ്പോൾ അവർ നമ്മൾ ജീപ്പിലാണ് കൊണ്ടുപോകാമെന്നൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തതാ അവർ ജീപ്പൊക്കെ വന്നിട്ടുണ്ട്. 2 ജീപ്പിലായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ ബേബി ഉണ്ട് മെല്ലെ ഓടിക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ആദ്യം ലഗേജസൊക്കെ കയറ്റി വെച്ചിട്ട് പിന്നെ എല്ലാവരും കയറിയിരുന്ന് സെറ്റായിട്ടാണ്. അങ്ങനെ നമ്മൾ
പൂവൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര ഒരു ഓഫ് റോഡായിരുന്നു അത്. കാരണം ഭയങ്കര കുലുങ്ങിയിട്ട് ചെറിയൊരു രീതിയിലായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. റുവാ ബേബിയൊക്കെ കരച്ചിലായി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി. കുറച്ച് അങ്ങോട്ട് കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ട് എത്തും. അപ്പോൾ എനിക്ക് ആ കുലുക്കം കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഇതാണ് നമ്മളെ റിസോർട്ട്, മൗണ്ട് വീൻ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ട്. കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കണ്ട ആ ഒരു ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ നമ്മൾ ഈ കയറി ചെല്ലുമ്പോൾ ഉള്ളിടത്തൊക്കെ ഫുൾ ലൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ നൈറ്റ് ടൈമിലൊക്കെ വരുമ്പം നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ കാണാൻ. നമ്മളിപ്പോൾ ഏകദേശം നമ്മളെ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ 2 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ എത്തി. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ നമുക്ക് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ച് എല്ലാവരും ഒരുവിധം ടയേർഡായി. കാരണം കുറേ ടൈം യാത്ര ചെയ്ത് അത് പോരാണ്ട് ഈ ഒരു ഓഫ് റോഡ് റൈഡും കൂടി ആയപ്പം എല്ലാവരും ടയേർഡായി. അപ്പം ഇന്ന് നമ്മൾ പുറത്തൊന്നും പോകണ്ട, നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇവിടെ ഒരു സൈഡിലായിട്ട് ക്യാരംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്ന് ക്യാരംസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ എംറിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. എംറിനെയും റുവാ ബേബീനെയും കാണാൻ ഏകദേശം സിമിലർ പോലെയാണ് എല്ലാവരും പറയുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ താഴേക്ക് വരുമ്പം ഇവിടെ ഒരു ഏരിയ കണ്ട് ഇനി നമുക്കിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാൻ. ഇതിൽ കൂടെ അല്ല നമ്മൾ റൂമിലേക്ക് പോവുക, പക്ഷെ ഇവിടെ എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് താഴത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടാണ്. അപ്പോൾ താഴേക്ക് പോയപ്പോൾ അവിടെ കുറച്ചും കൂടി ഒരു ഇറക്കമുണ്ട്. അപ്പോൾ അത് ഇറങ്ങാൻ ഇത്തിരി പണിയാണ്. അപ്പോൾ എല്ലാവരും പിടിച്ചിട്ടൊക്കെ താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു അരുവിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു താഴ്ചയൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അതിലിരുന്നിട്ട് ആടുകയൊക്കെ ചെയ്തിട്ട് എനിക്ക് അതിൽ കയറാനൊരു പേടിയായിരുന്നു. കാരണം അടിയിൽ കുഴിയല്ലേ, അത് കാരണം കൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ മാറി നിന്ന് ഇവരെല്ലാവരും ആടണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ മറ്റവരൊന്നും ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല താഴത്തേക്ക്. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് വായോ റൂമിലേക്ക് പോകാൻ ടൈമായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് കയറി. പിന്നെ നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട് നമ്മളെ റൂമിൻ്റെ അവിടേക്ക്. അപ്പോൾ നമ്മൾ ലഗേജസ് ഒക്കെ എടുത്തിട്ട് അവിടേക്ക് പോവാണ് കേട്ടോ. നമ്മളെ റൂമിൻ്റെ അവിടേക്ക് നടന്ന് പോണ വഴിയിൽ തന്നെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, കുറേ ടെൻ്റൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ടെൻറ്റിൽ സ്റ്റേ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും അങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് പോയപ്പോൾ ഈ ഒരു ഭാഗം കണ്ടു. ഇതാണ് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ കേട്ടോ. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് അവർ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. രാത്രിയാകുമ്പോൾ അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ വില്ലാസ് കേട്ടോ. 3 വില്ല കൂടിയിട്ട് ഇങ്ങനെ ഒന്നിച്ചുള്ള ഒരു ടൈപ്പിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന പോലെ തന്നെ ഇങ്ങനെ അടുത്തടുത്ത റൂംസായിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോ റൂമിൻ്റെ ഉള്ളിലും കയറിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അങ്ങനെ പിന്നെ റൂം എത്തിയിട്ട് ബെഡൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് കെടുപ്പായിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു റൂമിൽ. എംറിന് ഇവിടെ ചിരിച്ച് കളിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിൽ പോവാം. എല്ലാ റൂമിലും കയറുമ്പോൾ ഇങ്ങനൊരു വരാന്ത പോലത്തെ ഏരിയ ഉണ്ട്. അവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ നെക്സ്റ്റ് റൂം. എല്ലാ റൂമും ബാത്റൂമും ഒക്കെ സെയിം ആണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ഇതാണ് നമ്മളെ ഫൈനൽ റൂം. അപ്പോൾ ഈ റൂം ജസ്റ്റ് ഞാൻ അങ്ങനെ കാണിക്കാം. വാഷ്റൂമും കൂടി കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഒരു നോർമൽ രീതിയിലുള്ള വാഷ്റൂമാണ് കണ്ട. ഇനി നമ്മൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ഏരിയയിൽ നമുക്ക് അവിടെ പ്ലേ ചെയ്യാനുള്ളൊരു ഭാഗമൊക്കെ ഉണ്ട്. നമുക്കവിടെ ഷട്ടിലൊക്കെ കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ആ ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് എല്ലാവരും ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു.
എല്ലാവരും ഷട്ടിൽ കളിക്കണതൊക്കെ നമ്മളിവിടെ മുകളിൽ നിന്ന് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ റുവ ബേബിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ട് റുവാക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റുവ ഒന്ന് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് വന്ന് എല്ലാവരും കൂടി പുറത്തിരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ പുറത്ത് ഈ ഒരു പേരമരമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് അളിയൻ കുറേ പേരക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചായ കുടിക്കാനുള്ള ടൈമായി. അപ്പോൾ അവരെ ക്യാൻറ്റീനിൽ പോയിട്ട് വേണം കുടിക്കാനായിട്ട്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ടൈമായി കഴിഞ്ഞാൽ അവിടെ ബെല്ലടിക്കും. ടൈമായപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടേക്ക് നടന്ന്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ ഉണ്ടോ അവരുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോവാം. അപ്പോൾ അവിടെ ഇതേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കിച്ചൺ ആൻഡ് ഡൈൻ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതേ ഇതിൻ്റെ ഉള്ളിൽ കുറേ ബെഞ്ചും ഡെസ്കൊക്കെ പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ തന്നെയാണ് വാഷ് ബേസിനൊക്കെ കാണുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന്. അപ്പോൾ അവർ നമുക്ക് കട്ടൻ ചായ ഉണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ചായയും പിന്നെ ബിസ്ക്കറ്റുമാണ് കേട്ടോ, നാൻകട്ടായില്ലേ ആ ബിസ്ക്കറ്റ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് രാത്രിക്കലത്തെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. നെയ്ച്ചോറ്, ചിക്കൻ കറി, സാലഡ്, വെജിറ്റബിൾ കുറുമ, ബീട്രൂട്ട് അച്ചാറ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ രാത്രി ടൈം ആയപ്പോഴത്തേക്കും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റുവ ബേബീനെ നമ്മൾ ടർക്കിയൊക്കെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് മൂടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വേഗം റൂമിലേക്ക് തന്നെ പോയിട്ടാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അവരവിടെ ഫയറൊക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ റെഡിയാക്കി തരാമെന്നൊക്കെ. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഫുൾ പാട്ട് വെക്കലും ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ഡേ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തു. ഫുൾ നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇനി നാളെയാണ് നമ്മൾ പുറത്തൊക്കെ പോവുക. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് നമ്മളെ വയനാട് ഡേ 1 വിശേഷങ്ങൾ. ഇനി ഡേ 2 വിശേഷങ്ങളായിട്ട് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.